മലയാളത്തിലെ ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത 2018 എന്ന സിനിമ 2024 ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ എൻട്രിയായി എന്നത് മലയാളികൾ ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ച ഒന്നാണ്. എന്നാൽ മലയാള സിനിമാ പ്രവർത്തകരൊരുക്കിയ ഒരു ബോളിവുഡ് ചിത്രം ഓസ്കാറിന്റെ ലിസ്റ്റിംഗിൽ എത്തിയിരിക്കുന്നു. ചലച്ചിത്ര രംഗത്തുള്ള ഏവരുടെയും സ്വപ്നങ്ങളിൽ ഒന്നാണ് ഓസ്കാർ. മലയാള സിനിമകൾ ഇതിനു മുൻപും പലപ്പോഴും ഓസ്കാർ എൻട്രികളായി എത്തിയിട്ടുണ്ട്. 2024 ഓസ്കാറിൽ ഇന്ത്യയുടെ എൻട്രിയായി 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന ചിത്രം ഇടം പിടിച്ച വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തിയേറ്റർ സ്ക്രീനിംഗ് ഉൾപ്പെടെയുള്ളവയ്ക്കായി ചിത്രത്തിന്റെ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് ലോസ് ആഞ്ചൽസിൽ ചിലവഴിക്കുന്നതിന്റെ ചിത്രങ്ങളും വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്നാൽ മലയാളികൾ ശ്രദ്ധിച്ച മലയാള സിനിമാ പ്രവർത്തകരുടെ മറ്റൊരു ചിത്രം 2024 ഓസ്കാർ ചർച്ചകളിൽ സജീവമാകുന്നു. ഇതൊരു ബോളിവുഡ് ചിത്രമാണെങ്കിലും ചിത്രം ഒരുക്കിയിരിക്കുന്നത് പ്രധാനമായും മലയാളത്തിലെ കലാകാരന്മാരാണ്. ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന ചിത്രത്തിലെ 3 ഗാനങ്ങളും ചിത്രത്തിന്റെ സ്കോറുമാണ് ഓസ്കാറിനായി നിലവിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. മലയാള സംഗീത സംവിധായകൻ അൽഫോൻസ് ജോസഫാണ് ഈ ഗാനങ്ങളും ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതവും ഒരുക്കിയിട്ടുള്ളത്. 2024 മാർച്ചിൽ പ്രഖ്യാപിക്കേണ്ട ഓസ്കാർ പുരസ്കാരങ്ങൾക്കായുള്ള വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള എൻട്രികളുടെ ലിസ്റ്റിംഗുകൾ ഓസ്കാറുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കൂട്ടത്തിലാണ് മ്യൂസിക് വിഭാഗത്തിൽ ഒറിജിനൽ സോങ് എന്ന വിഭാഗത്തിൽ ഈ ചിത്രത്തിലെ 3 ഗാനങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ഈ 3 ഗാനങ്ങൾ ഉൾപ്പെടെ ആകെ 94 ഗാനങ്ങളാണ് ഈ നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതേ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒറിജിനൽ സ്കോർ വിഭാഗത്തിൽ നോമിനേഷനിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആകെ 149 ലിസ്റ്റിംഗുകളാണ് ഈ വിഭാഗത്തിലുള്ളത്. അൽഫോൻസ് ജോസഫ് സംഗീതം നിർവഹിച്ച ഈ സിനിമ സംവിധാനം ചെയ്തത് ഷൈസൺ പി ഔസേപ്പാണ്. സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തെ ആസ്പദമാക്കിയ ഈ സിനിമ തയ്യാറാക്കിയത് ഹിന്ദി, മലയാളം, സ്പാനിഷ് എന്നീ ഭാഷകളിലാണ്. മലയാളികൾക്ക് പരിചിതയായ സംസ്ഥാന അവാർഡ് ജേതാവ് വിൻസി അലോഷ്യസ് ആണ് ചിത്രത്തിൽ സിസ്റ്റർ റാണി മരിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. സാന്ദ്ര ഡിസൂസ റാണയാണ് ട്രൈലൈറ്റ് ക്രിയേഷൻസിന്റെ ബാനറിൽ സിനിമ നിർമ്മിച്ചത്. ജയപാൽ അനന്തന്റെ തിരക്കഥയും മഹേഷ് ആനയുടെ ഛായാഗ്രഹണവും രഞ്ജൻ എബ്രാഹിമിന്റെ എഡിറ്റിംഗും കൈതപ്രത്തിന്റെ വരികളും ഉൾപ്പെടെ മലയാളികൾക്ക് പരിചിതമായ ഒരു കൂട്ടം കലാകാരന്മാർ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.